Hello friends, welcome to the channel. അപ്പോൾ നമ്മുടെ Flipkart Axis Bank credit cardനും ഇപ്പോൾ നല്ല ഡീവാലുവേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിന്റെ സൈഡിൽ നിന്ന് മെയിലും കാര്യങ്ങളൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അത് Flipkart ആക്സിസ് ബാങ്കിന് മാത്രമല്ല എല്ലാ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിനും ഡീവാലുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിൻലി ഇത് എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ Flipkart ആക്സിസ് ബാങ്ക് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ആമസോൺ ആക്സിസ് കാർഡിന്റെ പോലത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കാർഡാണല്ലോ. ആമസോണിന്റെ ഡീവാലുവേഷന്റെ ഡീറ്റെയിൽസും നമ്മൾ ഓൾറെഡി വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ Flipkart ആക്സിസ് ബാങ്കിനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം. ഞാൻ ആക്ച്വലി Flipkart ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നില്ല. എൻ്റെ ഉള്ളത് വേറെ 3 ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ്. സാംസങ് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, നിയോ, അതുപോലെ തന്നെ നമുക്ക് LIC ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡും ഉണ്ട്. നമ്മൾ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ സംഭവങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ചേഞ്ചസ് വന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് തന്നെ വന്നേക്കുന്നത് നമ്മുടെ ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് ഉണ്ടല്ലോ, അത് കൂടിയിട്ടുണ്ട്. നമ്മുടെ 1% ആയിരുന്നു, ഇപ്പോൾ അത് 1.5% ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നേക്കുന്നത് നമുക്ക് ക്യാഷ് പേയ്മെന്റ്സിനുള്ള ഫീ, നമുക്ക് എങ്ങനെയാണെങ്കിലും ക്യാഷ് പേയ്മെന്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ അതിന്റെ ഫീ വന്നിട്ടുണ്ട്. 100 രൂപ ഉണ്ടായിരുന്നത് 175 രൂപ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നമുക്ക് 1% സർചാർജ് ഉള്ളത്, റെന്റ് പേയ്മെന്റിനുള്ള സർചാർജ് ഉള്ളത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഫീ ലിമിറ്റ് 1500 രൂപ പെർ ട്രാൻസാക്ഷൻ ആക്കിയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് 3.75 പെർ മന്തിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ല് അടച്ചിട്ട് പിന്നെ അടയ്ക്കാണ്ട് ഇരുന്നാൽ നിങ്ങൾക്ക് വരുന്ന ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ഓട്ടോ ഡെബിറ്റ് റിവേഴ്സലും അല്ലെങ്കിൽ ചെക്ക് റിട്ടേൺസ് ഒക്കെ ഫീ 2% പേയ്മെന്റ് എമൗണ്ട് അല്ലെങ്കിൽ മിനിമം 500 രൂപ തൊട്ട് കളക്ട് ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ നമുക്ക് റിഡംഷൻ ഫീസ്, അതായത് നമ്മുടെ എഡ്ജ് റിവാർഡ് പോയിന്റ് പ്ലാറ്റ്ഫോമിലൊക്കെ റിഡംഷൻ ഫീസ് 999 ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ എടുത്തു തുടങ്ങും. അതുപോലെ തന്നെ കാർഡ് ഹോൾഡേഴ്സ് വിൽ ബി ചാർജ് എ ഫീ ഓഫ് 199 എവറി ടൈം ദേ കൺവേർട്ട് ഓർ ട്രാൻസ്ഫർ ദെയർ എഡ്ജ് റിവാർഡ് പോയിന്റ് ഓർ എഡ്ജ് മൈൽസ് ടു അതർ ലോയൽറ്റി പ്രോഗ്രാം. ഒരു 20 പ്ലസ് GST. ഇനി നമ്മൾ ഈ എഡ്ജ് റിവാർഡൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ഇനി ചാർജ് വരുന്നുണ്ട്. പിന്നെ വാലറ്റ് ലോഡിനും നമുക്ക് ചാർജ് വരുന്നുണ്ട്. അതായത് ഇഫ് യു ലോഡ് മോർ ദാൻ 10,000 ഇൻ യുവർ വാലറ്റ്, സ്പെൻഡ് ഓവർ 50,000 ഓൺ ഫ്യൂവൽ, അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബില്ലുമേ 25,000 രൂപ അബോവ് പോവുകയാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ഇനി എക്സ്ട്രാ 1% ട്രാൻസാക്ഷൻ ഫീ കൊടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ എഡ്യൂക്കേഷൻ ഫീ യൂസിങ് തേർഡ് പാർട്ടി ആപ്പ് ചെയ്യുമ്പോഴും 1% നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇഫ് യു ഡോണ്ട് പേ ദ മിനിമം എമൗണ്ട് MAD ബൈ ദ ഡ്യൂ ഡേറ്റ് ഫോർ 2 months in a row, അതായത് അടുപ്പിച്ച് 2 മാസത്തേക്ക് നിങ്ങൾ മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചില്ല എന്ന് വിചാരിക്കുക, you will be charged an extra 100 rupees each month until you pay the MAD. അതായത് 100 rupees എക്സ്ട്രാ പിടിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. This extra charge will show up in your statement starting from the 3rd month of the missed payment. അതായത് 3ാമത്തെ മാസം തൊട്ട് നമുക്ക് ആ 100 രൂപ കാണിച്ചു കൊടുക്കുന്നു നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ. പിന്നെ ഇനി യൂസേഴ്സ് ക്യാൻ അക്സസ് എയർപോർട്ട് ലോഞ്ചസ് ഇൻ ഇന്ത്യ ആൻഡ് അറൌണ്ട് ദ വേൾഡ് വിത്ത് ദെയർ പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പ്. അതായത് പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇനി ഡൊമസ്റ്റിക്കും അതേപോലെ തന്നെ ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചസും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ സംഭവം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പ്രയോറിറ്റി പാസ് ഇഷ്യൂഡ് ബൈ ദ ആക്സിസ് ബാങ്ക് നോ ലോങ്ങർ ഗീവ്സ് ആക്സസ് ടു ദ ഡൊമസ്റ്റിക്. അതായത് ആക്സിസ് ബാങ്ക് തരുന്ന പ്രയോറിറ്റി പാസ് നമുക്ക് ഇനി ഡൊമസ്റ്റിക്കിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ഹാസ് ക്ലാരിഫൈഡ് ദാറ്റ് ഫോളോയിങ് ലോഞ്ചസ് ഇൻ ഇന്ത്യ ക്യാൻ ബി അസസ്ഡ് വിയ പ്രയോറിറ്റി പാസ്. ദ റിമൈനിങ് വൺസ് മോസ്റ്റ്ലി അറ്റ് ഇന്റർനാഷണൽ ലെവൽ ക്യാൻ ബി അസസ്ഡ് വിയ പ്രയോറിറ്റി പാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ ഡീവാലുവേഷൻ വന്നിരിക്കുന്നത്. എല്ലാ കാർഡിനും ഡീവാലുവേഷൻ വന്നിട്ടുണ്ട് കേട്ടോ, ഫ്ലിപ്കാർട്ടിന് മാത്രമൊന്നുമല്ല. അതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസ് അസോസിയേറ്റഡ് വിത്ത് MCC ക്യാഷ് ബാക്ക്, ആ ട്രാൻസാക്ഷനും നമുക്ക് ഇനി ക്യാഷ് ബാക്കും സംഭവം കിട്ടില്ല. ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിന്റെ മെയിൻ പരിപാടിയായിരുന്നു ക്യാഷ് ബാക്ക്. അതും നമുക്കിപ്പോൾ ആ സംഭവങ്ങൾ കളഞ്ഞിട്ടുണ്ട്. എല്ലാ കാർഡിനും വന്നിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് പിന്നെ ഇനിയിപ്പോൾ എയർടെലിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിനും വന്നിട്ടുണ്ട്, സാംസങ് ആക്സിസ് ബാങ്ക് ഇൻഫിനിറ്റ് ക്രെഡിറ്റ് കാർഡിനും വന്നിട്ടുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് വേറെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും കാണാത്തവർ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ ലിങ്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. സെറ്റപ്പിൻ്റെ റെഫറൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയും ഇപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്രൂവൽ റേറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GSH പോലെ കാണാത്തവർ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം.